നമസ്കാരം. എമൻ പൗരൻ കൊല്ലപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കേന്ദ്ര സർക്കാർ ഇനിയും ഇടപെടും. ജൂലൈ 16 വധശിക്ഷ നടപ്പാക്കാനാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ജയിൽ അധികൃതർക്ക് നൽകിയ ഉത്തരവ്. ദയാദാനത്തിന്റെ സാധ്യതകൾ പരമാവധി പരിശോധിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇടപെടുന്നത്. ഇറാൻ വിഷയത്തിൽ ഇടപെടാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. യുദ്ധമുണ്ടാക്കിയ സാഹചര്യം ഇതും തകർത്തു. യമനിൽ ഗോത്ര നേതാക്കൾ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ അടിത്തട്ടിലെ നീതിന്യായ വ്യവസ്ഥയിൽ ഈ ഗോത്ര നേതാക്കൾ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ്. ദയാദാനം സ്വീകരിക്കുന്നതിലും നിരസിക്കുന്നതിലുമെല്ലാം ഈ ഗോത്ര വ്യവസ്ഥയുടെ സ്വാധീനം പ്രധാനമാണ്. പലപ്പോഴും ദയാദാനം സ്വീകരിക്കാൻ കുടുംബവും ഗോത്രവും വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ കുടിപ്പകയിലേക്ക് മാറാറുണ്ട്. നിമിഷപ്രിയയുടെ കേസിൽ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ ദയാദാനം സ്വീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. ഇത് നിർണായകമാണ്. കാരണം ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അംഗീകരിച്ചാൽ മാത്രമേ ദയാദാനം വാങ്ങി കേസ് ഒത്തുതീർപ്പാക്കാനും വധശിക്ഷയിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. ഇതാണ് പ്രതിസന്ധി. നിമിഷപ്രിയയുടെ ബിസിനസ് പങ്കാളിയായിരുന്ന യമൻ പൗരൻ 2017 കൊല്ലപ്പെടുന്നത്. കൊലപാതകത്തിൽ നിമിഷപ്രിയയ്ക്ക് പങ്കുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും 2018 വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. കീഴ്ക്കോടതി വിധി യമനിലെ സുപ്രീം കോടതി ശരിവെച്ചിരുന്നു. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി യമനിലെത്തി മകളെ മോചിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വിജയം കണ്ടിരുന്നില്ല. അതിനിടെ സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി രൂപവൽക്കരിച്ചിട്ടുണ്ട്. നെന്മാറ MLA കെ ബാബു കമ്മിറ്റിയുടെ ചെയർമാനാകും. വധശിക്ഷ ഈ മാസം 16 നടപ്പാക്കാൻ ജയിൽ അധികൃതർക്ക് പബ്ലിക് പ്രോസിക്യൂഷന്റെ ഉത്തരവ് ലഭിച്ചിരുന്നു. വധശിക്ഷ ഏറെ ദുഃഖകരവും ദൗർഭാഗ്യകരവുമാണെന്നും കെ ബാബു പ്രതികരിച്ചു. എംബസിയുടെ പ്രവർത്തനങ്ങൾ അവിടെ കാര്യമായില്ല. ഗോത്ര സമുദായങ്ങളാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. നിമിഷപ്രിയയുടെ അമ്മ അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും വിഷയത്തിലെല്ലാം നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്. ഇടപെടുന്നതിലൊന്നും ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. ഗോത്ര സമൂഹത്തിന്റെ ഇടപെടലാണ് പ്രധാനം. പലതവണ വിലപേശൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഫലം കണ്ടില്ല. ഈ സാഹചര്യത്തിൽ യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ അഡ്വക്കേറ്റ് സാമുൽ ഇന്ന് തന്നെ യമനിലേക്ക് പുറപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ദയാദാനത്തിന്റെ സാധ്യതകൾ പരമാവധി പരിശോധിക്കും. $10 ലക്ഷം നൽകാമെന്നാണ് യമൻ പൗരന്റെ കുടുംബത്തെ അറിയിച്ചത്. ഇത്തരമൊരു വാഗ്ദാനം നേരത്തെയും കുടുംബത്തിന് നൽകിയിരുന്നു. പക്ഷേ കൊല്ലപ്പെട്ട തലാൽ അബ്ദു മെഹദിയുടെ കുടുംബത്തിലെ ചില അംഗങ്ങൾ മാപ്പ് നൽകുന്നതിനോട് വിയോജിപ്പുണ്ടെന്നാണ് സൂചന. ഇതാണ് പ്രതിസന്ധി. യമൻ പ്രസിഡന്റ് റാഷ് അൽ അലിമൈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ ഉത്തരവിട്ടതായി നേരത്തെ വാർത്തയുണ്ടായിരുന്നു. ഇത് പിന്നീട് ഇന്ത്യയിലെ യമൻ എംബസി നിഷേധിച്ചിരുന്നു. സനയിലെ ജയിലിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായ നിമിഷപ്രിയ. ഇളവ് നൽകണമെന്ന് നിമിഷപ്രിയയുടെ ആവശ്യം വിചാരണ കോടതി തള്ളിയിരുന്നു. അപ്പീൽ യമൻ സുപ്രീം കോടതി നവംബറിലും തള്ളി. കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി മാപ്പ് സ്വീകരിച്ച് വധശിക്ഷ ഒഴിവാക്കാൻ മനുഷ്യാവകാശ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുകയായിരുന്നു. കുടുംബം മാപ്പ് നൽകുകയെന്ന നേരിയ സാധ്യത മാത്രമാണ് മുന്നിലുള്ളത്. മകളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മ പ്രേമകുമാരി മാസങ്ങളായി യമനിലുണ്ട്. ആഭ്യന്തര യുദ്ധം കലുഷമായ യമൻ തലസ്ഥാനമായ സന ഹൂതി വിമതരുടെ നിയന്ത്രണത്തിലാണ്. ഇന്ത്യൻ എംബസി അയൽരാജ്യമായ ജിബൂട്ടിയിലാണ്. തൊടുപുഴ സ്വദേശിയായ ടോമിയെ വിവാഹം കഴിച്ച് 2012 നിമിഷപ്രിയ യമനിൽ നേഴ്സായി പോയത്. തലാൽ അബ്ദുൽ മെഹദിയെ പരിചയപ്പെട്ടതോടെ ഇരുവരും പങ്കാളികളായി ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിച്ചു. സമ്പാദ്യമെല്ലാം കൈമാറി. കൂടുതൽ പണം കണ്ടെത്താൻ കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷപ്രിയ ഒറ്റയ്ക്കാണ് മടങ്ങിപ്പോയത്. നിമിഷ ഭാര്യയാണെന്നാണ് തലാൽ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിരുന്നത്. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി പാസ്പോർട്ട് തട്ടിയെടുക്കുകയും സ്വർണം വിൽക്കുകയും ചെയ്തു. പരാതി നൽകിയപ്പോൾ ക്രൂരമായി മർദ്ദിച്ചു തുടങ്ങിയ വാദങ്ങളാണ് നിമിഷപ്രിയ ഉന്നയിക്കുന്നത്. ജീവൻ അപകടത്തിലാകുമെന്ന ഘട്ടത്തിൽ പ്രതിരോധിച്ചപ്പോഴാണ് മെഹദി മരിച്ചതെന്നുമാണ് നിമിഷപ്രിയയുടെ മൊഴി. യമനിലെ അൽദൈദ് എന്ന സ്ഥലത്ത് വെച്ചാണ് യുവാവ് കൊല്ലപ്പെടുന്നത്. വെട്ടിനുറുക്കി 100-ലേറെ കഷ്ണങ്ങളാക്കിയ മൃതദേഹം ചാക്കിലാക്കി സംഭവസ്ഥലത്തെ ജലസംഭരണിയിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്.